ശ്രുതി ഇനി ഒറ്റയ്ക്കാണ്. ഉറ്റവരെ മുഴുവൻ ഉരുളെടുത്തപ്പോൾ ചേർത്തുപിടിച്ച ജെൻസൺ ഇനി അവൾക്കൊപ്പമില്ല. മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ രാത്രി 8:55 ജെൻസന്റെ മരണം സ്ഥിരീകരിച്ചത്. ഇന്നലെ കൽപ്പറ്റ വെള്ളാരം കുന്നിലുണ്ടായ വാഹനാപകടത്തിലാണ് ജെൻസന് ഗുരുതരമായി പരിക്കേറ്റത്. തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്നലെ മുതൽ അത്യാസന്ന നിലയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇതുവരെ ജീവൻ നിലനിർത്തിയത്. ജെൻസനോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ശ്രുതിയും മറ്റ് ബന്ധുക്കളും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ 9 ബന്ധുക്കളെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ശ്രുതിക്ക് നഷ്ടമായത്. കോഴിക്കോട് ജോലിസ്ഥലത്തായിരുന്ന ശ്രുതി മാത്രം രക്ഷപ്പെട്ടു. ദുരന്തത്തിനു മുൻപ് തന്നെ ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. ദുരന്തമുഖത്ത് പകച്ചുനിന്ന ശ്രുതിയെ ചേർത്തുപിടിച്ച് പതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ജെൻസൺ. അപ്പോഴാണ് വാഹനാപകടത്തിന്റെ രൂപത്തിൽ വിധി വീണ്ടും ശ്രുതിയോട് ക്രൂരത കാണിച്ചത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.